ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നിവിൻ പോളി இந்த வாட்டி என்ன பண்ண போற வில்லனா? யாரோட வில்லன்? ராகவா லாரன்ஸ் தானே வில்லன். ஆனால் നമുക്ക് നിവിൻ പോളി ഹീറോ തന്നെ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ ക്യാരക്ടർ പ്രോമോ ഒന്ന് കാണട്ടെ. വന്നിട്ട് അതിൻ്റെ അകത്ത് അല്ലേ എന്നിട്ട് മ്യൂസിക് പുഷ്പ കല്യാണത്തിൽ പറഞ്ഞാട്ടോ. ഇത് നല്ല രസം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പുഷ്പ ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഡബിളായി இந்த ஏபிசிடில கடைசியா ஒரு இது வரும்ல, கோடு போட்ட மாதிரி. அந்த ஹெல்மெட்டுக்குள்ள இருக்கவ தலே சுமாட்ட வெட்டுற மாதிரி கசக்கு கசக்குன்னு வெட்டி கொள்ள Oh man, Colin. Walter. അടിപൊളി. വെൽക്കം നിവിൻ പോളി ടു Dirty mind, beautiful heart, deadly combination. Come on. You, Walter. Oh, very happy to see you, man. Wow. Very, very happy to see you. Woo. Written and directed by Bhatia Raju. എന്തായി? ബൺസ്. പൊളി. എന്താ പറയുക, എനിക്ക് പെട്ടെന്നേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റേ പുഷ്പയുടെ മറ്റേ അല്ലു അർജുൻ്റെ ലുക്കൊക്കെ ഓർമ്മ വന്നേ. അല്ല, അത് പോട്ടെ, അത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. സംഗതി രസമായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട് ഈ ക്യാരക്ടർ ലുക്ക് പരിപാടി. എന്താ പറയുക, വില്ലെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ മസിൽ പിടിച്ചിരിക്കണ കൈൻഡ് ഓഫ് ഒരു വില്ലൻ അങ്ങനെയല്ല അത് തോന്നുന്നുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് സ്വാഗ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ബാഡാസ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വില്ലൻ പരിപാടിയാണ് മൂപ്പര് ചെയ്യാൻ പോണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ അറിയില്ല, നിവിനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമാണല്ലോ പുള്ളിനെ, അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലുക്കോട് കൂടിയിട്ട് ഒരു ലോകേഷ് യൂണിവേഴ്സിലേക്ക് വരുന്ന പരിപാടിയൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷയൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പം ഒരു ഡബിൾ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നിവിനെ ഇങ്ങനെ കാണുന്ന സമയത്ത്. ഇതിൻ്റെ സ്റ്റോറി ബൈ ലോകേഷ് ആണല്ലോ, എന്തായാലും നല്ല അടിച്ചു വിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പോസ്റ്റ് എങ്ങാണ്ടോ കണ്ടു, പോസ്റ്റോ കമൻ്റ് എന്തോ കണ്ടു, മറ്റേ നിവിൻ എന്തിനാണ് മറ്റേ ഇയാളുടെയൊക്കെ വില്ലനായിട്ട് പോകുന്നത്, ലോറൻസിൻ്റെ വില്ലനൊക്കെ ആയിട്ട് പോകുന്നത്, ഇവിടെ ഹീറോ ആയിട്ടൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള രീതിയിലൊരു കമൻറ്റ് ഞാൻ എവിടെയോ കണ്ട് ഇന്നലെ മറ്റേ. എനിക്ക് പറയാനുള്ളത്, ആരുടെ വില്ലനാവണം എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല.
அது எப்படிப்பட்ட வில்லன், எவ்வளோ பவரான வில்லൻ, எப்படி പെർഫോം பண்ணியிருക്കുക, അതുതാ വിഷയം. ഇപ്പോൾ ലോറൻസ് എന്ന് പറയുന്നത് ചെറിയ ആക്ടറൊന്നുമല്ല, അയാൾ കിടിലനായിട്ടുള്ളൊരു ആക്ടറാണ്. നല്ല ക്യാരക്ടറെ കിട്ടിയ മൂപ്പര് ഉഷാറായിട്ടൊക്കെ ചെയ്യും. അപ്പം മൂപ്പരുടെ ക്യാരക്ടർ എവ്വളോ പെരുസ് അപ്പടി പാത്തിട്ടതാ ഇവരോടെ അത് പവറായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഹീറോ നല്ല പവറായിട്ട് ഇങ്ങനെ കട്ടക്കി ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ വില്ലനെ കോമഡി പീസ് ആക്കിയിട്ടില്ല, വില്ലനും നല്ല ഗംഭീര ഗത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. അതിൽ ആരുടെ വില്ലനായി നിവിൻ പോളി എന്നുള്ളതൊന്നും വിഷയമേ അല്ല. സ്ട്രോങ് ആയാൽ മതി, അത്രയേ ഉള്ളൂ. വെറുതെ അടികൊണ്ട് കോമാളി ആവണ ലെവലിലുള്ള വില്ലൻ ആവാതെ കിടിലൻ ക്യാരക്ടർ, കിടിലൻ ആയിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടറൈസേഷനാണ് അത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായിരിക്കും, നല്ല രസമായിരിക്കും. ലോറൻസിൻ്റെ കൂടെ ആണെങ്കിലും കാണാനൊക്കെ നല്ല രസമായിരിക്കും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടിപൊളിയാവട്ടെ, കിഡു വില്ലൻ ആവട്ടെ. അല്ലാണ്ട് വെറുതെ വന്ന് കോമാളി ആക്കണ ഒരു യൂഷ്വൽ പരിപാടി ഉണ്ടല്ലോ, അടി കൊള്ളാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ വെറുതെ വില്ലന് വേണ്ടി ഒരു വില്ലൻ എന്നുള്ള പരിപാടി അല്ലാത്തൊരു വില്ലനാവട്ടെ ഇത്. കാരണം ഞാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് നിവിനെ അങ്ങോട്ട് പവറിൽ കാണാൻ വേണ്ടിയിട്ട്. നിവിൻ ഏതിലാണ് വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ മുമ്പ് ഡാത്തടിയിലും കണ്ടാണ് തോന്നുന്നു അല്ലേ? അല്ലാതെ ഭയങ്കര റഫായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മൂപ്പര് ചെയ്തിട്ടില്ലേ തോന്നുന്നു. ഇതിൻ്റെ അകത്താണ് വരാൻ വേണ്ടി പോകുന്നത്. ഐ മീൻ ഇങ്ങനെ ഒരു കട്ട നെഗ് പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ മറ്റേ റിച്ചി എന്ന് പറഞ്ഞ സിനിമയുടെ ലുക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പടം കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള ലുക്ക് കാണുമ്പോൾ ഏകദേശം ആ ഒരു ലുക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ പടം പൊട്ടി. ഏതായാലും ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു ക്ഷീണമൊക്കെ പുള്ളിക്ക് മാറ്റാൻ പറ്റട്ടെ, തമിഴിലൂടെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, തമിഴിലും കസറാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. പിന്നെ എല്ലാ മലയാളികളെ പോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിവിനെ ഒന്ന് കംബാക്ക് കാണാനാണ്. അത് തമിഴിലല്ല, തമിഴിൽ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഹീറോസ് ആയിരിക്കുമല്ലോ. വേറെ നമുക്ക് മലയാളത്തിൽ തന്നെ ഒരു കംബാക്ക് കാണാൻ എല്ലാവരെ പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നൊരു ആക്ടറാണല്ലേ, പറയണൊക്കെ കേട്ടിട്ടില്ലേ, ലാലേട്ടന് വരെ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ള ആക്ടറാണ് നിവിൻ. കാരണം ആ ലെവലിലൊരു റേഞ്ച് ഉണ്ട് പുള്ളിക്ക്. ആളുകളുടെ ഇടയിലാണെങ്കിലും അത്രയും ഇഷ്ടം, മറ്റ് സംസ്ഥാനത്താണെങ്കിലും പുള്ളിക്ക് ഒരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് ഫെയിലിയേഴ്സ് വരിക, ഒരു മര്യാദയ്ക്ക് ഒരു പടമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കും ആസ് എ മലയാളി നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ വിഷമമൊക്കെ ആക്ച്വലി ഉണ്ട്. സോ അങ്ങനൊരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിവിൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മറ്റേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള മൂപ്പരുടെ ക്യാരക്ടർ. എന്തൊരു സ്വീകാര്യതയായിരുന്നു. ഞാനെപ്പോഴും ആ സിനിമ തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ട് നിവിൻ്റെ എടുത്തു പറയാൻ പറഞ്ഞാൽ, ഞാൻ ആ ക്യാരക്ടറിനെയും ആ സിനിമേനെയാണ് എടുത്തു പറയുക. നിവിനെ കാണിച്ചപ്പോൾ എന്തൊരു കയ്യടിയായിരുന്നു, എന്തൊരു കയ്യടിയായിരുന്നു. ആ പടം വളരെ ബി എന്ന് പറഞ്ഞിങ്ങനെ പോവുക, സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമായിരുന്നു അത്. പ്രത്യേകിച്ച് വലിയ മൂടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പടം. നിവിൻ പോളി വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന അവസാനം വരെ അണ്ണൻ്റെ കത്തിക്കേറിയുള്ള പെർഫോമൻസ് ആണ്. അത് വേറെ ഓളായിരുന്നു. അത്രയും നേരം ആ സിനിമയുടെ ഒരു മൂഡ് എങ്ങനെയായിരുന്നു അതിനെ കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയൊരു ക്യാരക്ടറാണ് നിവിൻ പോളിയുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ആളുകൾ അത്ര അങ്ങോട്ട്, ഇപ്പം 80 കോടി അങ്ങോട്ട് കളക്ട് ചെയ്ത പടം എന്താ തോന്നുന്നുണ്ട്. പക്ഷെ അത് നിവിൻ്റെ ആ ക്യാരക്ടർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താണു പോയിട്ടുണ്ടാവും. അതാണ് വിനീതിന് പണിയറിയാമെന്ന് പറയുന്നത്. എവിടെ എങ്ങനെ ആരെ കൊണ്ടുവന്നിട്ട് പടത്തിനെ പൊക്കണം എന്നുള്ളത് മൂപ്പർക്ക് അറിയാം. അത് ആ സിനിമയ്ക്കകത്ത് പൊക്കി നിവിനെ കൊണ്ടുവന്നു ഉഷാറാക്കി. ഇപ്പം ഞാനടക്കം ആ സിനിമയ്ക്ക് പോസിറ്റീവ് പറയാൻ കാരണം ജസ്റ്റ് ബിക്കോസ് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷവും വേറൊരു വൈബിലൂടെ ഇറങ്ങി വന്നേ. പടം തുടങ്ങി കണ്ടുകൊണ്ടിരുന്ന മൂഡ് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നില്ല പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത്. നിവിൻ വന്നതിന് ശേഷമുള്ള പോർഷൻ എന്ന് പറയുന്നത് കിടിലനായിരുന്നു, ഉഷാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഐ ബിലീവ് ഇവിടെ റിവ്യൂ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഭീകരമായിട്ട് ആ സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് പറയാൻ കാരണം മൂഡ് മാറ്റിക്കളഞ്ഞുകൊണ്ടാണ്. പിന്നെ OTT വന്ന സമയത്ത് മൂഞ്ചാൻ കാരണം ആളുകൾ ഫസ്റ്റത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് നിവിൻ്റെ പോർഷൻ എത്താൻ വരെ ഒന്നുള്ള ക്ഷമ കാണിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല, അത് വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ OTT എന്ന് പറയുന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെ OTT വന്നപ്പോൾ കുറേ ഊക്ക് വാരിക്കൂട്ടിയൊരു സിനിമയാണ്. ബട്ട് തിയേറ്ററിലേക്ക് വന്ന സമയത്ത് ആ തിയേറ്റർ റണ്ണിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. സോ നിവിൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ആ സിനിമ. പക്ഷേ ഒരു ഹീറോ, മെയിൻ ഹീറോ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഹിറ്റ് തരിക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിവിൻ്റെ എന്ന് ആസ് സൂൺ ആസ് പോസിബിൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരട്ടെ, തമിഴിലും ഉഷാറാവട്ടെ. ഈ സിനിമയ്ക്കകത്തും ഗംഭീർ പെർഫോമൻസ് പുള്ളിക്ക് കാണാൻ വേണ്ടി വരട്ടെ, സിനിമയും ഗംഭീരാവട്ടെ. ദാറ്റ്സ് ഇറ്റ്, അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, മൂപ്പരുടെ ഈ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട്.
ഈ സിനിമയ്ക്കകത്തുള്ള നിവിൻ്റെ പരിപാടി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ക്യാരക്ടർ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലുക്സ് ഇൻട്രസ്റ്റിംഗ് മാൻ. ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ലുക്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വരട്ടെ, പടം വരട്ടെ. ഈ സിനിമയും ഗംഭീരമാവട്ടെ. നിവിൻ്റെ ഒരു ഹീറോ ആയിട്ട് മലയാളത്തിൽ വരുന്ന പടം, ഒരു ഗംഭീര കംബാക്കിലൂടെ ഒരു പടം ആസ് സൂൺ ആസ് പോസിബിൾ ഉണ്ടാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ.